ഹലോ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ടാണ്. ഇത് വരുന്നത് നമ്മുടെ കാക്കനാട് സീ പോർട്ടിൻ്റെ അടുത്താണ്. നമ്മുടെ സ്റ്റുഡിയോ ബിൽഡിംഗ് ഇല്ലേ, അതിലാണ്. അപ്പം ഇതിൻ്റെ പേര് കിഡ്സ് ക്യാപിറ്റൽ എന്നാണ്. അപ്പം ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് 500 ആണ്. അതിൽ നമുക്കൊരു പേരൻറ്റിനും ഒരു കിഡിനും കയറാം. 1 hour ആണ് ആ എൻട്രി 500-നകത്ത് വരുന്നത്. അഡീഷണൽ 1 hour ആകുമ്പോൾ നമ്മൾ 200 കൊടുക്കണം. അങ്ങനെ ഓരോ അവർ അഡീഷണൽ 200 ആണ് പേ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ കുട്ടി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ കളിക്കാൻ സ്ഥലമില്ല, ഫുൾ ടൈം സ്ക്രീനിലാണ് എങ്കിൽ ഈ ഒരു പ്ലേ ഗ്രൗണ്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഈ മണൽ പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ്, പ്ലാസ്റ്റിക് ഗ്രാനുവൽസാണിത്. അപ്പം ഇങ്ങോട്ട് കയറുന്ന ഈ ഏരിയയിലേക്ക് കയറുന്നതിന് മുമ്പ് സ്റ്റാഫ് നമ്മുടെ കൊച്ചങ്ങളുടെ ചെവിയിൽ 2 പഞ്ഞി വെച്ച് തരും. അതായത് ചെവിക്കുള്ളിലേക്ക് ഈ ഗ്രാനുവൽസ് കയറിയിരിക്കും. കാരണം വളരെ ചെറിയ ഗ്രാനുവൽസാണ്. നല്ല രസമുണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതിലാണ് ഇപ്പോൾ അവൻ കളിക്കുന്നത്. അവൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലം കൂടിയാണിത്. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ഞാനൊരു 90s കിഡാണ്. അപ്പം നമ്മുടെ ആ കാലഘട്ടത്തിൽ നമുക്ക് കളിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ തോട്ടിലേക്ക് ഇറങ്ങാം, പറമ്പിലേക്ക് ഇറങ്ങാം. അത് വൈകുന്നേരം വരെ നമുക്ക് കളിക്കാം. TV എന്നുള്ളൊരു ചിന്തയൊന്നും അപ്പോൾ ഇല്ല. പക്ഷേ ഇവന് ഇപ്പം ഈ ജനറേഷൻ ആൽഫ, ഇവന് അങ്ങനെ ഒരു സൗകര്യം ഇല്ല. കാരണം ഒന്ന് നമ്മുടെ ജോലിയുടെ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ സിറ്റിയിലേക്ക് മൂവ് ചെയ്തു. അപ്പം ഫ്ലാറ്റിലാണെങ്കിൽ പോലും അവന് കളിക്കാൻ സ്പേസ് ഇല്ല. പിന്നെ ഇങ്ങനത്തെ സ്ഥലം മാത്രമാണ് ആശ്രയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം കൊണ്ട് എനിക്ക് ആദ്യം ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത് ഇവിടെ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ബോൾ എറിയുമ്പം അത് ഈ കോഴിയുടെ മേത്തോ അല്ലെങ്കിൽ ഈ ആടിൻ്റെ മേത്തൊക്കെ കൊള്ളുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. അതാണ് കളി. എന്തൊക്കെ കളികളല്ലേ. എനിക്ക് ഒരു കാര്യം എന്തായാലും പറയാൻ പറ്റും, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഒരിക്കലും മടുക്കില്ല. അവർ ഹാപ്പി ആയിട്ട് ചാടി മറിഞ്ഞ് നടക്കും. കാരണം അവർക്ക് കളിക്കാനും ചാടാനൊക്കെ ആയിട്ട് സ്പേസ് ഉണ്ട്. അവർ ഫ്രീ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് ഞാൻ 2ാമത്തെ തവണയാണ് എൻ്റെ കൊച്ചുമായിട്ട് വരുന്നത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ, കാരണം 1 മണിക്കൂറാണ് ഫസ്റ്റ് 500-ന് 1 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതൊന്നും ഇവർക്ക് പോരാതെ വരും. അപ്പം ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഏരിയ ഉണ്ടോ നിങ്ങൾ? ഇത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്സ് ഇല്ലേ, ബ്രിക്സും കൂടെ ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കില്ലേ, ആ ഒരു ഏരിയയാണ്. ഒരുപാട് ബ്രിക്സ് ഉണ്ട്. നമുക്ക് ക്രിയേറ്റീവിനനുസരിച്ച് നമുക്ക് പല പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 3-4 പേരായിട്ട് വരുന്നെങ്കിൽ ഒരു പേരൻസിനും ഒരു ചൈൽഡിനുമാണ് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്കൂടെ കയറണമെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. ഇപ്പം 2 പേർക്ക് കയറണമെങ്കിൽ വീണ്ടും എക്സ്ട്രാ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പുറത്തിരിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു കുറച്ച് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ റിലാക്സ് ചെയ്യാം. പിന്നെ ഒരു പേരനും ഒരു കിഡിനും വേണമെങ്കിൽ പോവാം. അങ്ങനെ അല്ലെങ്കിൽ 2 പേർക്കും പോവാം. അതനുസരിച്ച് പേ ചെയ്താൽ മതി. വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.